ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു സൂപ്പർ ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു ഹൽവയാണ്. ഓക്കെ, ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാം റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഉണ്ടാക്കുന്നത് മധുരക്കിഴങ്ങ് ഹൽവ. വരും. Good morning, Mama Susan. Good morning. So today I'm going to teach you sweet potato halwa, which you will go and make for your kids, your daughters and your son back in Kenya. Okay? അപ്പോൾ ലെറ്റ്സ് മേക്ക് സ്വീറ്റ് പൊട്ടേറ്റോ ഹൽവ. അപ്പോൾ ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. സ്റ്റീമറിലേക്ക് ലെറ്റ്സ് അറേഞ്ച് ദ സ്വീറ്റ് പൊട്ടേറ്റോസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ മധുരക്കിഴങ്ങും ഇതുപോലെ വെക്കുക. ആവി കയറ്റിയാൽ മതി. ബിക്കോസ് കുക്കറിലിട്ടിട്ടോ വെള്ളത്തിലിട്ടിട്ടോ വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൽവയുടെ കൺസിസ്റ്റൻസി മാറും. അതിന് വേണ്ടിയിട്ടാണ്. സോ ഒരു 10-15 മിനിറ്റ്സ് നമുക്ക് ആവി കയറ്റാം. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ബാവ മെറ്റൽസ് നിന്നാണ് വാങ്ങിച്ചത്, പാലക്കാട്. സോ ഈ ഒരു സ്റ്റീമർ അവിടെ നിന്നാണ് വാങ്ങിച്ചത്. ഓക്കെ, സോ ഒരു 15-20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, സോ വി ഹാവ്, അപ്പോൾ നമ്മുടെ കയ്യിൽ നന്നായിട്ട് വെന്തിട്ടുള്ള നമ്മുടെ മധുരക്കിഴങ്ങുണ്ട്. ഇനി ഇതിനെ നേരെ മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം അത് അരയ്ക്കാൻ പോണതിന് മുമ്പ് ഞാൻ ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സെയിം സംഭവം പഞ്ചസാരയിലും ചെയ്യാം. ഞാനിവിടെ ശർക്കരയിലാണ് ചെയ്യുന്നത്. ഞാൻ 1.5 കപ്പോളം ശർക്കര എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നിങ്ങളുടെ മധുരക്കിഴങ്ങിൻ്റെ മധുരം നിങ്ങൾ ചെക്ക് ചെയ്യുക, എന്നിട്ട് നോക്കുക. എന്നിട്ട് ലേശം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് അങ്ങോട്ട് ഓൺ ചെയ്തിട്ട് പോയിട്ട് മറ്റേത് അങ്ങോട്ട് അടയ്ക്കാം. സോ Mama Susan, what I was explaining is either you make it in sugar or in the jaggery. So I have put 1.5 cup of jaggery here, poured little water, let this melt by the time we're going to grind. Okay? So you get jaggery in Kenya, right? Yeah. So it's better for the health reasons. We better make it with the jaggery. The kids will like that. So let's wait for this to boil. We'll go grind and come. അപ്പോൾ ദാ ഇതുപോലെ വെള്ളമില്ലാണ്ട് അരച്ചെടുക്കുക കേട്ടോ. എനിക്ക് കിട്ടിയിരിക്കുന്നത് മധുരക്കിഴങ്ങ് ഈ കളറാണ്. നിങ്ങൾക്ക് ഏത് കിട്ടിയാലും കുഴപ്പമില്ല. ഇനി അടുത്ത സെറ്റ് ഇടാം. ഇങ്ങനെ എല്ലാം അരച്ചെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ ശർക്കര എല്ലാം നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മധുരക്കിഴങ്ങ് ഇതിലേക്ക് കൊട്ടുക. So Mama, the jaggery is melted. Now you add the paste. Okay. ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കണതിൻ്റെ കാരണം എന്താണെന്നറിയോ? അവരുടെ മക്കൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാത്രേ, പക്ഷേ കഴിക്കാൻ മടിയാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരു സ്വീറ്റ് ആണെന്നുണ്ടെങ്കിൽ കഴിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഭാഷ മനസ്സിലാവാത്തത് കൊണ്ടാണ് ഞാൻ അവർക്ക് അവരുടെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കണേ. വെള്ളം ഒട്ടും ഉപയോഗിക്കരുത്. ഇനി കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് ഇത് ശർക്കരയിൽ അലിയിച്ചെടുക്കാം. കുറച്ച് സമാധാനം കൊടുത്തിട്ട് ചെയ്യുക. അവിടെ കുറച്ച് പീസ് കിടക്കണ കണ്ടോ? അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. എല്ലാം അവിടെ നിന്ന് എടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കുക. ഇനി നമുക്ക് ലേശമായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇതാ നല്ല പോലെ തിളയ്ക്കാൻ തുടങ്ങും. ഇപ്പുറത്തെ സൈഡിൽ അണ്ടിപ്പരിപ്പ് വറക്കാൻ വേണ്ടിയിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ തിളയ്ക്കുന്ന സമയത്ത് ലേശമായിട്ട് നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. നല്ല രുചിയുള്ള ഹൽവയാണ്. നന്നായിട്ട് ചുരുണ്ട് വരണം കേട്ടോ. കുറച്ച് സമയമെടുക്കും. പിന്നെ കൈ വിടരുത്. കാരണം എന്താ വെച്ചാൽ സിമ്മിൽ വെച്ചോളൂ. കിഴങ്ങാണ്, അപ്പോൾ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് നോൺ സ്റ്റിക്കാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ആദ്യത്തെ സെറ്റ് നെയ്യ് ഒഴിച്ചിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി നെയ്യ് നോക്കൂ. ഇത് ടോട്ടലി ഓപ്ഷണലാണ്. നെയ്യ് ഒഴിക്കുകയാണെങ്കിൽ ഒഴിക്കാം, അല്ല നിങ്ങൾക്ക് കുറുക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അത് കുറുകിക്കോളും. ഇപ്പോൾ
തെറിക്കുന്ന തിള മാറിയിട്ട് സൈഡിൽ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതവിടെ ആവട്ടെ. നമ്മൾ മാറ്റുന്നില്ല, അതായത് ഞാൻ വിട്ടു പോകുന്നില്ല ഇവിടുന്ന്. അപ്പോൾ സൈഡിൽ നമുക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. നിങ്ങൾക്ക് എന്ത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ബ്രൗൺ ആക്കി എടുക്കുക. ഇവിടെ സൈഡിൽ നിന്നൊക്കെ വിട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വറുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കുക. ആയിട്ടില്ല കേട്ടോളൂ, ഇനിയും ആവാനുണ്ട്. സിമ്മിൽ കിടന്നിട്ട് തന്നെ ആവട്ടെ. ഓക്കെ, കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ നെയ്യ് ഉണ്ടല്ലോ, അതിങ്ങനെ കിനിയാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇനി ചുരുളാൻ തുടങ്ങും. അതാണ് അടുത്ത സ്റ്റേജ്. ഒരുപാട് നെയ്യ് ഒഴിച്ചു കൊടുക്കരുത്. ഞാനിപ്പോൾ അത്രയേ ഉള്ളൂ, ഇനി നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കണില്ല. ആ മൊത്തം ഒരു 3 സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവട്ടെ. നമ്മുടെ ബിരിയാണി വീണ്ടും ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അത് ഉച്ചയ്ക്ക് അത് റെഡിയാക്കുകയാണ്. അത്രയേ ഉള്ളൂ. ഇന്ന് വളരെ സിമ്പിൾ. ഇതാ ഇപ്പം നോക്കൂ, നീറ്റായിട്ട് ചുരുണ്ട് വരണണ്ട. സൈഡിലൊന്നുമില്ല, നല്ല പോലെ ഇങ്ങനെ ചുരുണ്ട് വരും. ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ മധുരക്കിഴങ്ങ് ഹൽവ ready. Mama Susan, this is the consistency. See, it just leaves your pan the way it is. You can fold it, and you take this and you try to drop. It falls like a lump. That's when you stop. It's ready now. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങ് ഹൽവ എക്സലൻറ്റ് എന്നൊന്നും പറഞ്ഞാൽ പോരാ കുട്ടികളെ. ട്രൈ, മസ്റ്റ് ട്രൈ. ഓസം. ആ ഫ്ലേവർ തന്നെ വേറെയാണ്. ഇടയിൽ കടിക്കുന്ന അണ്ടിപ്പരിപ്പ് സൂപ്പറാണ്. ബെസ്റ്റ് ഡിഷ്. ഉണ്ടാക്കി നോക്കുന്ന പ്രതീക്ഷയിലും നമുക്ക് വീണ്ടും കാണാം. Till then, take care and bye-bye. Vinny's Kitchen.